ഒരു കിടിലൻ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയാലോ. ഇന്ന് ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും ലേശം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കരിഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ തന്നെ ആഡ് ചെയ്യണം, എന്നാലാണ് ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട, കാരണം മീൻ ഓൾറെഡി കുക്ക്ഡാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പരുവത്തിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം ഇതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച മീൻ ഇതിൻ്റെ നടുക്കോട്ടങ്ങ് പ്ലേസ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ടാസ്ക്. ഈ മസാല മുഴുവൻ ഈ മീനിൽ പിടിച്ച് നല്ല വറ്റി വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. നമ്മളിവിടെ വാഴയിലൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മസാല മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഈ മീനിൽ പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മീനിടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പരുവമുണ്ട്. ഇപ്പോൾ അതിനകത്ത് ആ ഉള്ളിയുടെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അത് കംപ്ലീറ്റ്ലി മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് മസാല കരിഞ്ഞു പോകാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പരുവം കണ്ടോ? ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ ഏകദേശം ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഒന്നും നോക്കണ്ട, എടുത്തൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കുറച്ച് ചോറെടുക്കുക, അതിൻ്റെ കൂടെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്യുമല്ലേ?